പൂനെയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. മകളെ അയൽപക്കത്തെ വീട്ടിൽ നോക്കാൻ ഏൽപ്പിച്ച് ജോലിക്ക് പോയ അമ്മ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകളെയാണ്. എന്താകും മണിക്കൂറുകൾക്കുള്ളിൽ ആ വീടിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ആ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു? സംഭവം നടക്കുന്നത് പൂനെയിലെ അലണ്ടി പ്രദേശത്തെ ഒരു വീട്ടിലാണ്. സംഗീതയും മകളായ 6 വയസ്സുകാരിയും മാത്രമായിരുന്നു അലണ്ടിയിലെ ആ വീട്ടിൽ താമസിച്ചിരുന്നത്. സംഗീതയാകട്ടെ പതിവായി ജോലിക്ക് പോകുന്ന ഒരാളുമാണ്. അങ്ങനെ ജോലിക്ക് പോകുമ്പോഴൊക്കെ മകളെ അവർ ഏൽപ്പിക്കാറുള്ളത് അവരുടെ അയൽക്കാരിയായ 70-കാരിയായ മംഗളാശിൻഡയുടെ പക്കലായിരുന്നു. പതിവ് പോലെ തന്നെ മകളായ 6 വയസ്സുകാരി ധനശ്രീ കേദാരെ മംഗളയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് ജോലിക്ക് പോയതായിരുന്നു സംഗീത. പിറ്റേ ദിവസം രാവിലെ 8 മണിയോടെ ജോലി കഴിഞ്ഞ് മകളെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയ സംഗീത കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മംഗളയെയും ധനശ്രീയെയുമാണ്. ആ രാത്രിയിൽ എന്താകും ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവുക? സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ठाकर बस्ती जो एरिया है वहाँ पे एक मर्डर का इंसिडेंट हुआ है. उसमें हम वहाँ पे जाके जो इन्फॉर्मेशन मिली उसमें वहाँ के जो कंप्लेनर है उनका नाम है संगीता दत्तात्रेय केदारी, 48 ईयर ओल्ड, और एक हॉस्पिटल में हाउसकीपिंग का काम करते हैं. और उनके बच्चे की जो छोटी बेटी है 6 साल की धनश्री, और उनके बाजू में रहने वाले एक बुजुर्ग औरत है, उनका नाम है मंगल चंद्रकांत शिंदे, उम्र 70 साल. ये दोनों रूम में एक साथ सोए हुए थे. और जो फिरियादी है हॉस्पिटल में काम करने के लिए गए थे और कोई अज्ञात इसम वहाँ पे आके उन्होंने उनको कोई हथियार से मार के उनका खून किया है. और सुबह जब फिरियादी काम से वापस आए तब उनको ये पता चला कि ये इंसिडेंट हुआ है. നടന്നത് ഒരു ക്രൂര കൊലപാതകം തന്നെ. ഇരുവരും ഉറങ്ങിക്കിടക്കുമ്പോൾ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് തലക്കടിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിലവിൽ അലണ്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇരട്ട കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം അന്വേഷിക്കുകയുമാണ്. ഒന്നുകിൽ ഈ ഇരട്ട കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം എന്നത് മോഷണ ശ്രമമായിരുന്നിരിക്കാം, അതുമല്ലെങ്കിൽ കരുതി കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാകാം. അങ്ങനെയെങ്കിൽ ആരായിരുന്നു ആ കൊലപാതകികളുടെ യഥാർത്ഥ ലക്ഷ്യം എന്നതൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. മരണപ്പെട്ട 2 പേരുടെയും ചരിത്രം പോലീസ് വിശദമായി തന്നെ പഠിക്കുമെന്നും പ്രതിയെ വൈകാതെ തന്നെ പിടികൂടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.